ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചിക്കൻ കട്ട്ലേറ്റ് ആണ്. അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ആഡ് ചെയ്തത് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾ, പെപ്പർ, പിന്നെ ചിക്കൻ മസാലയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേവിച്ചെടുക്കാം, ഇല്ലെങ്കിൽ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് പോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതേ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ബോൺലെസ് ചിക്കൻ പീസാണ്, 3-4 മതിയാവും. ഇനി നമുക്ക് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതേ ഇങ്ങനെ കൈകൊണ്ട് സെപ്പറേറ്റ് ചെയ്താലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെയായി കിട്ടും. കൈകൊണ്ടായാലും എങ്ങനെയാക്കിയാലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ കിട്ടിയാൽ മതി. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 3 വലിയ ഉരുളക്കിഴങ്ങാണ്. ഇത് നമുക്ക് പ്രഷർ കുക്കറിൽ ഒന്ന് പുഴുങ്ങിയെടുക്കാം. പ്രഷർ കുക്കറിലേക്ക് അല്പം വെള്ളവും ഉപ്പും ചേർത്ത് 3 വിസിലാണ് അടിക്കേണ്ടത്. അപ്പോൾ ഇത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ചൂടുണ്ട്, ഇതൊന്ന് കുറച്ചു നേരം കൂളാവാൻ വെക്കാം. അതിനുശേഷം ഇതിൻ്റെ തോല് കളയാം. അപ്പോൾ നല്ലോണം കൂളായപ്പോൾ ദേ ഇങ്ങനെ തോല് സിമ്പിളായി റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദേ നമ്മൾ 3 ഉരുളക്കിഴങ്ങിൻ്റെയും തോല് നല്ലോണം ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഉടച്ചെടുക്കാൻ സിമ്പിളായിരിക്കും, അതിനാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇതേ ഇനിയിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഇങ്ങനെ ഉടച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂണോ ഫോർക്കോ എടുത്തിട്ട് ഇത് ഉടക്കാം. നല്ലോണം ഉടച്ച് കിട്ടിയാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് കട്ട്ലേറ്റ് നല്ല ഷേപ്പ് ആക്കിയിട്ട് ആക്കാൻ പറ്റില്ല. ഒരു ചെറിയ കട്ട പോലും പാടില്ല, നല്ലോണം ഉടച്ചെടുക്കണം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 1 ഉള്ളി മുറിച്ചത് ഇടാം. 1 ഉള്ളി നീളത്തിലാണ് മുറിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും വഴറ്റരുത്, ഉള്ളി വേഗം കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. വേഗം വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വേഗം വഴന്ന് കിട്ടും. ഇതേ അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. വഴന്ന് കിട്ടിയതിന് ശേഷം 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെപ്പർ, 1/4 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂട്ടിയിട്ട്. ഇനി ഇതിൻ്റെ ആ ഒരു പച്ചപ്പ്, ആ ഒരു കുത്തൽ മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലോണം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതും നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറ് മാറുന്നത് വരെ നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതോടൊപ്പം ചിക്കൻ നല്ലോണം പൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും, ഇതിൻ്റെ ടേസ്റ്റും കൂടും. അപ്പോൾ ഇതേ കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഉരുളക്കിഴങ്ങിലെ ഉപ്പും കൂടി ആലോചിച്ചിട്ട് വേണം ഈ ചിക്കനിൽ ഉപ്പിടാൻ. ഉരുളക്കിഴങ്ങും ചിക്കനും മിക്സ് ചെയ്യുമ്പോൾ പിന്നെ ഉപ്പ് കൂടിപ്പോവും. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പക്ഷെ മല്ലിയില ഇല്ലാതെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്തായാലും കിട്ടില്ല. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട, ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതും ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ആയാലും മതി. ഇത് നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിത് എല്ലാം മിക്സ് ചെയ്തിട്ട് ഗ്യാസ് സ്റ്റവ് ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ ഉടച്ച് വെച്ച പൊട്ടാറ്റോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യണം. നമുക്ക് ഇതിൻ്റെ ചൂട് ആറിക്കഴിഞ്ഞാൽ വേറൊരു ബൗളിലേക്ക് മാറ്റാം.
ദേ ഈ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആക്കിയിരുന്നത് സർക്കിൾ ഷേപ്പും ലവ് ഷേപ്പുമാണ്, ഹാർട്ടിൻ്റെ ഷേപ്പ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ആക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. കണ്ടില്ലേ, ഇത് ലവ് ഷേപ്പാണ്. ഇനി എല്ലാ ബോൾസും നമുക്ക് ഇതുപോലെ ഷേപ്പിലാക്കി എടുക്കാം. ഇതേ കണ്ടില്ലേ, നമുക്ക് ഇതുകൊണ്ട് 12 കട്ട്ലേറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതൊരു സ്പൂൺ വെച്ച് നമുക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ ബീറ്റ് ചെയ്യാം. മുട്ടയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസ് വീട്ടിലില്ലെങ്കിൽ അത് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അടുത്തതായി നമുക്ക് നമ്മുടെ കട്ട്ലേറ്റ് മുട്ടയുടെ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്യാം. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഈ കട്ട്ലേറ്റ് ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് കവർ ചെയ്യണം. ഇതേ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്തതിന് ശേഷം നമുക്കിത് വേറൊരു ബൗളിലേക്കും വെക്കാം. ഇത് ചെയ്തതുപോലെ നമുക്ക് ബാക്കിയുള്ള കട്ട്ലേറ്റ്സും ഇങ്ങനെ ചെയ്തെടുക്കണം. കണ്ടില്ലേ, അപ്പോൾ ഇതേ 2 എണ്ണം ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. ബാക്കി ഇതും റെഡിയാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനായി ഞാനിവിടെ ഒരു പാനിൽ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലായാലും കോക്കനട്ട് ഓയിലായാലും മതി. ഇനി നമുക്കിതൊന്ന് ചൂടാകുന്നവരെ കാത്തിരിക്കാം. ഇത് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ആക്കി വെച്ച കട്ട്ലേറ്റ്സ് ഇതിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യരുത്, മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. കട്ട്ലേറ്റ് മുങ്ങാൻ പാകത്തിൽ വരെയുള്ള ഓയിൽ മതിയാവും. അത്രയൊന്നും വേണ്ട, കുറച്ച് ഓയിൽ മതി. ഇതേ നമുക്ക് ഇങ്ങനെ എല്ലാ കട്ട്ലേറ്റ്സും നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇനി നമ്മുടെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി ഒരു സൈഡ് ആയാൽ നമുക്ക് മറ്റേ സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാം. കട്ട്ലേറ്റ്സും തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗവും ഒന്ന് ഫ്രൈ ആയി വരുന്നതുവരെ കാത്തിരിക്കാം. അപ്പോൾ 2 ഭാഗവും നല്ലോണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ചിക്കൻ കട്ട്ലേറ്റ്സ് ആർ റെഡി. നമ്മൾ കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ചിക്കൻ കട്ട്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇപ്പോൾ തന്നെ പുതിയ വീഡിയോകൾക്കായി. താങ്ക്സ് ഫോർ വാച്ചിങ്.